കണിയല്ല കെണിയാ. 3 അവന്മാരുടെ കയ്യിൽ തൂങ്ങിയ ആ കള്ളിച്ചാപ്പിനകത്ത് കിടന്ന് നീ കാണിച്ച കൂത്താട്ടം കണ്ടാൽ നിന്നെ ഫോൺ വീഡിയോ ചെയ്യാൻ ആളുകൾ വിളിക്കുള്ളൂ. ഇതാണ് വിലക്കിയത്. അവനവന്റെ ആ ഒരു അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോക്കൃത്തരങ്ങൾക്ക് പോകരുതെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ പിന്നിൽ ഇതാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി. പൊക്കലെ മുന്തിരി വെച്ച് കടിച്ചെടുക്കാൻ പറ്റില്ല. ദാസേട്ടനാണെങ്കിൽ ഓക്കെയാണ്, ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല. സിഗരറ്റും മദ്യവും ഇല്ല, ചായ കഴിക്കാനാണ് പോയത്. അതിന്റെ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു ആൽബം ഷൂട്ടിന് ചെല്ലുമ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി 2 ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് ആൽബം ഷൂട്ട് കഴിയും. 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ, 1 തവണ കലാപ്രതിഭ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു സിംഗിൾ ഇതെടുത്ത ശേഷം ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഈ കുമ്പലികളെയും കൊണ്ട്, അതായത് ഇവന്മാരെ എല്ലാം പിടിച്ചോണ്ട് പോയി കുറെ നേരം അവരെല്ലാം വെയിറ്റ് ചെയ്യിപ്പിച്ച്, ക്യാമറമാൻ ഉൾപ്പെടെ റെന്റിൽ വന്നിരിക്കല്ലേ, അവരൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് എവിടെയൊക്കെ തെണ്ടി നിറങ്ങി വന്നപ്പോൾ പുള്ളി ചൂടായി. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഇതിലാണ് വഴക്കുണ്ടായത്. അല്ലാതെ പൊക്കിലും ബാക്കിയുള്ളത് ഒന്നുമല്ല. അദ്ദേഹം ഇത്രയും പേയ്മെന്റ് കൊടുത്ത് റിസോർട്ട് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവന്മാർ അവിടെ തന്നെ നിന്ന് റിസോർട്ടിൽ താമസിക്കും. ഇവളെ കൂടെ വരുന്ന വാലുകാരന്മാരെയൊക്കെ അവിടെ വെച്ചിരിക്കണം എന്നൊരു ടേമുണ്ട്. അതിലാണ് ഈ തർക്കമെന്നല്ല, ഇതൊന്നും അല്ല തർക്കമെന്ന് ഞാൻ തെളിയിച്ചിരാം. എവിടെ പോണു? വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. പിന്നെ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. ആണല്ലോ. നിങ്ങൾ ഈ വീഡിയോയിൽ ഇതിനകത്ത് കാണുന്ന ഈ ഒരു സംഗതി, ഇതില് അവൾ അയച്ചു കൊടുത്തിരിക്കണം ഇവരുടെ അഡ്രസ് ഒക്കെ. അത് അവൾ പറയുന്നത് അവൾ അയച്ചു കൊടുക്കണം. അവൾ അയച്ചു കൊടുത്ത് മീഡിയക്കാരെ വിളിപ്പിക്കേണ്ട കാര്യം എന്തോ? അവർ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവളുടെ സുഹൃത്തുക്കളാണ് മീഡിയക്കാർ നമ്മൾ എടുത്തിട്ട് പറയുന്നത്. ആ സമയത്ത് അവൾ കൊണ്ടുവന്നിരിക്കുന്നു അഹങ്കാരി. അവൾ ആ മീഡിയക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞത് അവളാണ്, അയച്ചു കൊടുത്തത് അവളാണ്. ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം. എന്താ ഉറക്കം വരുന്നു. മെയിൻ ഒരു 3-4 മെയിൻ മീഡിയക്കാരുടെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടോളാം. ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അവരെ ആരാണ് കോൺടാക്ട് ചെയ്യണം, അവരെ കോൺടാക്ട് ചെയ്തോണേ. നന്നായിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം കൃത്യമായി മനസ്സിലായില്ല. എവിടെ പോയാലും എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ആളുകൾ വരുന്നത് മനസ്സിലായില്ലേ? ഓൺലൈൻ മീഡിയസ് വരുന്നത് ഇത് രണസുനെ തന്നെ കൊടുക്കുന്ന നമ്പർ പ്രകാരം അവർ വിളിച്ചു വരുന്നതാണ്. എനിക്കും തോന്നിയത് ആരാണ് ഇപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത്? ഇവരാണ്. അവരുടെ കോൺവെർസേഷനും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കുന്നതും അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. പിന്നെ സുധിച്ചേട്ടന്റെ ആണ്ടിന്റെ അന്ന് എല്ലാവരും വരണേ, എല്ലാവരും വരണ്ടേ? ഓർമ്മയില്ല നിങ്ങൾക്ക്? ഇവരെങ്ങനെ വന്നത് ദൈവം നമ്പരാണ് പോലും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇഷ്ടംപോലെ ആളുകളെ നമ്പർ കയ്യിൽ വെച്ചിട്ട് പോണ സ്ഥലമൊക്കെ മുൻകൂട്ടി വിളിച്ച് അറിയിച്ചിട്ട് ഈ ആൽബം ഷൂട്ടിന്റെ ഇടയിലൊക്കെ കൊണ്ടുവരുന്ന ഇവരാണ്. നീ എവിടെ വന്ന മരഭൂതമേ? അമൽ എന്ന് പറയുന്ന ഒരുത്തന് സ്പെസിഫിക്കലി വിളിക്കാൻ വേണ്ടിട്ട് എടുത്ത് പറയുന്നുണ്ട്. അയാള് ജസ്റ്റ് ഒന്ന് വിളിച്ചു. അപ്പൊ ഈ സ്പെഷ്യൽ ആയിട്ട് അതേ അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് ആര്? അവന്മാരെ എല്ലാം അവിടെ വിളിച്ചു വരുത്താൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തത് രേണു എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്. കൗതുക ലേശം കൂടുതലാണ്. ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ, നിങ്ങൾ മദ്യപിക്കുന്നതും മറ്റതും കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കൂടെ നിൽക്കുന്ന വീട്ടമ്മമാരില്ല, അമ്മച്ചിമാര്, അവരടക്കം എറിഞ്ഞു ദൂരക്കളയും. ഇപ്പൊ കിച്ചന്റെ വിഷയത്തിൽ തന്നെ ഒരാൾ സപ്പോർട്ടില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ചാടി പോരുകയാണ് ചെയ്തെന്ന് പറയുന്നത്. അട്ടർ നോൺസെൻസ് ആൻഡ് ഫേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ വീഡിയോ വരും. അവിടെ ചാടി പോകുന്നതാണോ അതോ ആ സംവിധായകൻ മതി കിട്ടി ഇറങ്ങി പോടി എന്ന് പറഞ്ഞതാണോ എന്നുള്ളത് തെളിവ് ചെയ്യാൻ കൊണ്ടു തന്ന പോയി. നുണ പറയില്ലേ, നടക്കൂല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ മീഡിയക്കാർ ചെയ്ത ടോർച്ചർ അതെന്താണെന്ന് കണ്ടേ? നിങ്ങൾ ഈ കാണുന്ന വീഡിയോക്കകത്ത് ആ മീഡിയക്കാർ കാണിക്കുന്ന പോക്കൃത്തരം കണ്ടോ? അവിടെ ആ അദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന ആ ഒരു ക്യാമറമാൻ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആൽബം പിടിക്കുന്നത്. അയാൾക്ക് പ്രൈവസി പോലും ഇല്ലാതെ ഇവന്മാർ നേരെ നിന്ന് വീഡിയോ എടുക്കുക. ഒരു ചെറിയ സീൻ എടുക്കാൻ 28 പ്രാവശ്യം റീടേക്ക്. ആ 28 പ്രാവശ്യം എടുത്ത വീഡിയോസിൽ 21 22 പിന്നെ റീൽസ് പോകുന്നു. എല്ലാം രേണുവിനെ ഹൈലൈറ്റ് ചെയ്തു. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഈ ആൽബത്തിനെ കുറിച്ചോ ആ സംരംഭകനെ കുറിച്ചോ ഒന്നും പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായിട്ട് അയാൾക്ക് ദേഷ്യം വേറെ പോകണ്ടല്ലോ. സ്വാഭാവികം. ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ ഈ ഷെഫീന തീർത്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ചിരിയാണല്ലോ. ഒരു മനുഷ്യന്റെ സോഡാ കപ്പി പോലെ ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് കോടീശ്വരമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ട്. അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരെന്നോട് വിശ്വസിച്ച് കേട്ടാൻ പറ്റുന്ന ഒരാൾ രേണുവാന്നാണ് പണ്ട് എന്നോട് പറഞ്ഞത്. ഇത്ര ഉള്ളുണർവുള്ള ഒരു കള്ളനെ ഞാൻ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ല. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മൾ ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45, 20, 30 രൂപയുടെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മൽ എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു ഇതിട്ടോ അത് എന്റെ ബാഗിനകത്ത്. എന്റെ വില കൂടിയ 4-5 ഷൂസ് ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി, അവരുടെ വീട്ടിൽ പോയി. അത് അവർ അടിച്ചു മാറ്റി വെച്ചേക്കല്ലോ. എനിക്ക് അങ്ങനെ പറയാലോ. രേണുസുതി കളിച്ചത് നാടകമാണെങ്കിൽ, ഷെഫീന ബീവി കൊണ്ടുവരുന്ന ആ തെളിവുകൾ രേണുസുതിക്ക് എതിരാണെങ്കിൽ ഒരുപാട് വീട്ടമ്മമാര് രേണുസുതിയെ മൈൻഡ് പോലും ചെയ്യില്ല. അത് തന്നെയാണ് ചെയ്യേണ്ടത്. മൈൻഡ് ചെയ്യാതിരിക്കാൻ നല്ലത്. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയിപ്പോയത്? ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.